ഹലോ ഡ്രീമേഴ്സ്, വെൽക്കം ടു GLH. ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒപെയർ വിസ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. എന്താണ് ഒപെയർ? ആദ്യമേ തന്നെ ഒരു വലിയ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാം. ഒപെയർ വിസ എന്ന് പറഞ്ഞാൽ അതൊരു ജോബ് വിസയല്ല, ഇതൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. അതായത് ജർമ്മനിയുടെ കൾച്ചറിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ, ജർമ്മൻ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ ഡിസിപ്ലിൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനുള്ള ഒരു വിസയാണ് ഒപെയർ വിസ. ഒപെയർ വിസയിൽ നിങ്ങൾ ജർമ്മനിയിലെ ഒരു ഹോസ്റ്റ് ഫാമിലിയുടെ കൂടെ സ്റ്റേ ചെയ്യണം. അവരെ ചൈൽഡ് കെയറിലും പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് വർക്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ മന്ത്ലി നിങ്ങൾക്കൊരു പോക്കറ്റ് മണി ലഭിക്കുന്നു, ലാംഗ്വേജ് കോഴ്സ് പഠിക്കാനായിട്ട് ഹോസ്റ്റ് ഫാമിലി നമ്മളെ സഹായിക്കുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ചെയ്യുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ജർമ്മനിയിലേക്ക് നമുക്ക് ലീഗലായിട്ടൊരു എൻട്രി സാധ്യമാകുന്നു. ഒപെയർ വിസയ്ക്ക് വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ്: ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ആയിരിക്കണം, അൺമാരീഡ് ആയിരിക്കണം, പിന്നെ ലാംഗ്വേജ് ലെവൽ A1 ലെവൽ, അത് ഗോയിത്തേഡ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം, എങ്ങനെയുള്ളവർക്കാണ് ഒപെയർ വിസ ഐഡിയൽ ആയിരിക്കുന്നത്? ജർമ്മനി എക്സ്പോഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചാണ് മെയിനായിട്ട് ഈ ഒപെയർ വിസ കാറ്റഗറി ഉള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ലാംഗ്വേജ് പഠിക്കാൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ, ജെന്യുവൻ ആയിട്ട് സീരിയസ് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജിൽ ഇംപ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് ജർമ്മനിയിലേക്ക് ലീഗലായിട്ട് സേഫ് ആയിട്ട് ഒരു എൻട്രി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒപെയർ വിസ. ഇതിലൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. കുട്ടികളെ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, അവരെ ഹാൻഡിൽ ചെയ്യാനും കൂടെ നമുക്ക് കഴിയണം. അതായത് ഈ ഒപെയറിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ ആരുടെയെങ്കിലും അടുത്ത് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒരു ദിവസം ഹാൻഡിൽ ചെയ്ത് നോക്കണം, ഒരു ഫുൾ ഡേ. അത് നിങ്ങൾക്കൊരു വലിയ എക്സ്പീരിയൻസ് ആകും. നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങളല്ലേ, കുട്ടികളല്ലേ, അവരെ നോക്കാൻ സിമ്പിളായിരിക്കും, ഈസി ആയിരിക്കും. പക്ഷേ കുട്ടികളെ നോക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആസ് എ മദർ എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നോക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, അതിൽ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികളെ നോക്കി നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമായിരിക്കും നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്തുമ്പോൾ. മാത്രമല്ല, ഈ ഹോസ്റ്റ് ഫാമിലി വർക്കിന് പോകുമ്പോൾ അവരുടെ കുട്ടികളെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ കുട്ടികളെ അത്രയ്ക്ക് നന്നായിട്ട് നോക്കണം. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം, റൂൾസ് ഫോളോ ചെയ്യാൻ റെഡി ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഒരു കാര്യം ഓർമ്മിക്കുക, ഒപെയർ ഒരു ഷോർട്ട് കട്ട് അല്ല, ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്.